നമസ്കാരം, എവർക്കും PSC വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിൽ ആവശ്യമായിട്ടുള്ള IPC സെക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കുന്നതിന് ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള IPC സെക്ഷൻസുമായി ബന്ധപ്പെട്ട ക്ലാസ് കണ്ടിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. IPC സെക്ഷൻ 82 പ്രകാരം എത്ര വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന തെറ്റാണ് കുറ്റകരമാകാത്തത്? 7 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി ചെയ്യുന്ന തെറ്റാണ് IPC സെക്ഷൻ 82 പ്രകാരം കുറ്റകരമാകാത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 2, ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിയുടെ കൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ 84. ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിയുടെ കൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ 84. ക്വസ്റ്റ്യൻ നമ്പർ 3, ഒരാളുടെ നിയമവിരുദ്ധമായോ അശ്രദ്ധയോടു കൂടിയോ ചെയ്യുന്ന ഒരു പ്രവൃത്തി കാരണം ഏതെങ്കിലും മാരകമായ രോഗപകർച്ചയ്ക്കോ ജീവഹാനിക്കോ കാരണമായാൽ അതിനുള്ള ശിക്ഷ 6 മാസം തടവ് ശിക്ഷയോ പിഴ ശിക്ഷയോ അല്ലെങ്കിൽ ഇവ രണ്ടുമോ ലഭിക്കുന്നു. ഒരാളുടെ നിയമവിരുദ്ധമായോ അശ്രദ്ധയോടു കൂടിയോ ചെയ്യുന്ന ഒരു പ്രവൃത്തി കാരണം ഏതെങ്കിലും മാരകമായ രോഗപകർച്ചയ്ക്കോ ജീവഹാനിക്കോ കാരണമായാൽ അതിനുള്ള ശിക്ഷ 6 മാസം തടവ് ശിക്ഷയോ പിഴ ശിക്ഷയോ ലഭിക്കുന്നു, അല്ലെങ്കിൽ ഇത് രണ്ടുമോ ഒരുമിച്ച് ലഭിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4, കുറ്റകരമായ നരഹത്യയെക്കുറിച്ച് പറയുന്ന IPC സെക്ഷൻ 299. സെക്ഷൻ 299 ആണ് കുറ്റകരമായ നരഹത്യയെക്കുറിച്ച് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5, IPC സെക്ഷൻ 304B പ്രകാരം ഒരു സ്ത്രീ ശാരീരികമായി മുറിവേറ്റോ പൊള്ളലേറ്റോ സ്വാഭാവിക സാഹചര്യങ്ങളിലല്ലാതെ വിവാഹം കഴിഞ്ഞ് എത്ര വർഷത്തിനുള്ളിൽ മരണപ്പെട്ടാലാണ് അതിനെ സ്ത്രീധന മരണമായി കണക്കാക്കുന്നത്? സ്ത്രീധന മരണമായി കണക്കാക്കണമെങ്കിൽ 7 വർഷത്തിനുള്ളിൽ മരണം സംഭവിച്ചിരിക്കണം. IPC സെക്ഷൻ 304B പ്രകാരം ഒരു സ്ത്രീ ശാരീരികമായി മുറിവേറ്റോ പൊള്ളലേറ്റോ സ്വാഭാവിക സാഹചര്യങ്ങളിലല്ലാതെ വിവാഹം കഴിഞ്ഞ് എത്ര വർഷത്തിനുള്ളിൽ മരണപ്പെട്ടാലാണ് അതിനെ സ്ത്രീധന മരണമായി കണക്കാക്കുന്നത്? 7 വർഷത്തിനുള്ളിൽ മരണപ്പെട്ടാലാണ് സ്ത്രീധന മരണമായി കണക്കാക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6, ഗർഭം അലസിപ്പിക്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷനാണ് സെക്ഷൻ 312. 312 ആണ് ഗർഭം അലസിപ്പിക്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 7, IPC സെക്ഷൻ 325 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനുള്ള ശിക്ഷയാണ് IPC സെക്ഷൻ 325. 325 സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനുള്ള ശിക്ഷ. ക്വസ്റ്റ്യൻ നമ്പർ 8, സ്വമേധയാ ആസിഡ് വലിച്ചെറിയുകയോ വലിച്ചെറിയാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്ന IPC സെക്ഷനാണ് IPC സെക്ഷൻ 326B. സ്വമേധയാ ആസിഡ് വലിച്ചെറിയുകയോ വലിച്ചെറിയാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതിനെ IPC സെക്ഷൻ 326Bയിൽ പെടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 9, IPC സെക്ഷൻ 359 പ്രകാരം ആൾമോഷണം എത്ര വിധമാണ്? IPC സെക്ഷൻ 359 പ്രകാരം ആൾമോഷണം എത്ര വിധമാണ്? IPC സെക്ഷൻ 359 പ്രകാരം ആൾമോഷണം 2 വിധമാണ്. 2 വിധമാണ് 359 പ്രകാരം ആൾമോഷണം. ക്വസ്റ്റ്യൻ നമ്പർ 10, വിശ്വാസ ലംഘനവുമായി ബന്ധപ്പെട്ട IPC സെക്ഷൻ ഏതാണ്? വിശ്വാസ ലംഘനവുമായി ബന്ധപ്പെട്ട IPC സെക്ഷനാണ് സെക്ഷൻ 405. സെക്ഷൻ 405 ആണ് വിശ്വാസ ലംഘനവുമായി ബന്ധപ്പെട്ട IPC സെക്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 11, അന്യായമായി തടഞ്ഞു വെച്ചിരിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ. അന്യായമായി തടഞ്ഞു വെച്ചിരിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷനാണ് സെക്ഷൻ 339. 339 ആണ് അന്യായമായി തടഞ്ഞു വയ്ക്കലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 12, IPC സെക്ഷൻ 375 എന്തിനെക്കുറിച്ച് പറയുന്നു? ബലാത്സംഗത്തെക്കുറിച്ച് പറയുന്ന IPC സെക്ഷനാണ് സെക്ഷൻ 375. സെക്ഷൻ 375 ബലാത്സംഗം. ക്വസ്റ്റ്യൻ നമ്പർ 13, ബലാത്സംഗം നടത്തുന്ന ഏതൊരാൾക്കും ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ. ഏറ്റവും കുറഞ്ഞത് 7 വർഷം കഠിന തടവാണ് ബലാത്സംഗം നടത്തുന്ന ഏതൊരാൾക്കും ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ. ക്വസ്റ്റ്യൻ നമ്പർ 14, സ്ത്രീകളെ മാനഭംഗപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരുടെ നേരെ നടത്തുന്ന കയ്യേറ്റം, കുറ്റകരമായ ബലപ്രയോഗം എന്നിവയെക്കുറിച്ച് പറയുന്ന IPC സെക്ഷനാണ് സെക്ഷൻ 354. സെക്ഷൻ 354 ആണ് സ്ത്രീകളെ മാനഭംഗപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരുടെ നേരെ നടത്തുന്ന കയ്യേറ്റം, കുറ്റകരമായ ബലപ്രയോഗം എന്നിവയെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 354. ക്വസ്റ്റ്യൻ നമ്പർ 15, മോഷണത്തെക്കുറിച്ച് പറയുന്ന IPC സെക്ഷൻ. IPC സെക്ഷൻ 378 ആണ് മോഷണത്തെക്കുറിച്ച് പറയുന്നത്. മോഷണത്തെക്കുറിച്ച് പറയുന്ന IPC സെക്ഷൻ സെക്ഷൻ 378. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16, കവർച്ച നടത്തുന്നത് ഹൈവേയിൽ വച്ചോ
ഹൈവേയിൽ വെച്ച് സൂര്യാസ്തമയത്തിനും സൂര്യോദയത്തിനും ഇടയിലാണെങ്കിൽ IPC സെക്ഷൻ 392 പ്രകാരമുള്ള ശിക്ഷ 14 വർഷം കഠിന തടവാണ്. കവർച്ച നടത്തുന്നത് ഹൈവേയിൽ വെച്ച് സൂര്യാസ്തമയത്തിനും സൂര്യോദയത്തിനും ഇടയിലാണെങ്കിൽ IPC സെക്ഷൻ 392 പ്രകാരമുള്ള ശിക്ഷ 14 വർഷം കഠിന തടവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 17 IPC സെക്ഷൻ 410 എന്തിനെക്കുറിച്ച് പറയുന്നു? 410 കളവ് മുതലിനെ കുറിച്ച് പറയുന്നതാണ് IPC സെക്ഷൻ 410. ക്വസ്റ്റ്യൻ നമ്പർ 18 ഒരു വ്യക്തിയുടെ ഏതെങ്കിലും പ്രവർത്തികളോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ പൊതുസമൂഹത്തിനോ സമൂഹവാസികൾക്കോ ശല്യമോ ഉപദ്രവമോ ഉണ്ടാക്കിയാൽ ആ വ്യക്തിയെ സെക്ഷൻ ഡാഷ് പ്രകാരം ശിക്ഷിക്കാവുന്നതാണ്. സെക്ഷൻ 268 പ്രകാരം ആ വ്യക്തിയെ ശിക്ഷിക്കാവുന്നതാണ്. ഒരു വ്യക്തിയുടെ ഏതെങ്കിലും പ്രവർത്തികളോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ പൊതുസമൂഹത്തിനോ സമൂഹവാസികൾക്കോ ശല്യമോ ഉപദ്രവമോ ഉണ്ടാക്കിയാൽ ആ വ്യക്തിയെ സെക്ഷൻ 268 പ്രകാരം ശിക്ഷിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 19 IPC സെക്ഷൻ 300 എന്തിനെക്കുറിച്ച് പറയുന്നു? 300 കൊലപാതകത്തെക്കുറിച്ച് പറയുന്നതാണ് IPC സെക്ഷൻ 300. സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിന് IPC സെക്ഷൻ 323 പ്രകാരമുള്ള പിഴ ശിക്ഷ 1000 രൂപയാണ്. സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിന് IPC സെക്ഷൻ 323 പ്രകാരമുള്ള പിഴ ശിക്ഷ 1000 രൂപയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 21 IPC സെക്ഷൻ 370 പ്രകാരം ഒരു മൈനറെ വ്യാപാരം ചെയ്യുന്നതിനുള്ള പരമാവധി തടവ് ശിക്ഷ ജീവപര്യന്തമാണ്. മൈനറെ വ്യാപാരം ചെയ്യുന്നതിന് 370 പ്രകാരം ജീവപര്യന്തമാണ് പരമാവധി തടവ് ശിക്ഷ. ക്വസ്റ്റ്യൻ നമ്പർ 22 ബലാത്സംഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ 376D. സെക്ഷൻ 376D ആണ് കൂട്ട ബലാത്സംഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 23 മോഷണത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ 379. സെക്ഷൻ 379 ആണ് മോഷണത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 24 ഡാഷോ അതിലധികമോ ആളുകൾ കൂട്ടായി ഒരു കവർച്ച നടത്തുകയോ നടത്താൻ ശ്രമിക്കുകയോ ചെയ്താൽ അതിനെ കൂട്ടായ്മ കവർച്ച എന്ന് പറയുന്നു. എത്ര ആളുകളാണ്? 5 അതിലധികമോ ആളുകൾ കൂട്ടമായി കവർച്ച നടത്തുകയോ നടത്താൻ ശ്രമിക്കുകയോ ചെയ്താൽ അതിനെ കൂട്ടായ്മ കവർച്ച എന്ന് പറയുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 25 ഒരാളുടെ ഗുണത്തിനായി സമ്മതം കൂടാതെ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുന്ന കുറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷനാണ് സെക്ഷൻ 92. ഒരാളുടെ ഗുണത്തിനായി സമ്മതം കൂടാതെ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുന്ന കുറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷനാണ് സെക്ഷൻ 92. അശ്രദ്ധ മൂലം മരണം സംഭവിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷനാണ് സെക്ഷൻ 304A. സെക്ഷൻ 304A ആണ് അശ്രദ്ധ മൂലം മരണം സംഭവിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 27 IPC സെക്ഷൻ 319 എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? IPC സെക്ഷൻ 319 എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ദേഹോപദ്രവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് IPC സെക്ഷൻ 319. ക്വസ്റ്റ്യൻ നമ്പർ 28 ആൾമോഷണത്തിലുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന IPC സെക്ഷൻ. ആൾമോഷണത്തെക്കുറിച്ച് പറയുന്നത് IPC സെക്ഷൻ 363 ആൾമോഷണം. ക്വസ്റ്റ്യൻ നമ്പർ 29 എത്ര വയസ്സിന് താഴെയുള്ള സ്ത്രീപീഡനത്തെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് 376AB. 376AB പറയുന്നത് 12 വയസ്സിൽ താഴെയുള്ള സ്ത്രീപീഡനത്തെക്കുറിച്ചാണ് 376AB പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 30 സ്വമേധയാ ആസിഡ് വലിച്ചെറിയുന്നതോ വലിച്ചെറിയാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 5 വർഷത്തിൽ കുറയാത്തതും അല്ലെങ്കിൽ 7 വർഷത്തോളം ആകാവുന്നതുമായ തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയ്ക്കും അർഹനാണ്. 5 വർഷത്തിൽ കുറയാത്തതും അല്ലെങ്കിൽ 7 വർഷത്തോളം ആകാവുന്നതുമായ തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയ്ക്കും അർഹനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 31 സെക്ഷൻ 410 പ്രകാരം കളവ് മുതലിൽ ഉൾപ്പെടുന്നത് മോഷണ മുതലുകൾ, ഭയപ്പെടുത്തി അപഹരിക്കുന്നവ, കവർച്ച മുതൽ, കുറ്റകരമായ ദുർവിനിയോഗം ചെയ്തിട്ടുള്ള വസ്തുക്കൾ ഇവയെല്ലാം സെക്ഷൻ 410 പ്രകാരം കളവ് മുതലിൽ ഉൾപ്പെടുന്നതാണ്. കളവ് മുതലിൽ ഉൾപ്പെടുന്നവയാണ് മോഷണ മുതലുകൾ, ഭയപ്പെടുത്തി അപഹരിക്കുന്നവ, കവർച്ച മുതൽ, കുറ്റകരമായ ദുർവിനിയോഗം ചെയ്തിട്ടുള്ള വസ്തുക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 32 കൊലപാതകം ആകാത്ത കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷ 10 വർഷം തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടുമോ ഒരുമിച്ച്. കൊലപാതകം ആകാത്ത കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷ 10 വർഷം തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടുമോ ഒരുമിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 33 അന്യായമായി തടസ്സപ്പെടുത്തലിനുള്ള ശിക്ഷ. അന്യായമായി തടസ്സപ്പെടുത്തലിനുള്ള ശിക്ഷയാണ് 1 മാസം തടവോ 500 രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടുമോ ഒരുമിച്ച്. അന്യായമായി തടസ്സപ്പെടുത്തലിനുള്ള ശിക്ഷ 1 മാസം തടവോ 500 രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടുമോ ഒരുമിച്ചാണ് അന്യായമായി തടസ്സപ്പെടുത്തലിനുള്ള ശിക്ഷ. ക്വസ്റ്റ്യൻ നമ്പർ 34
വസ്തുക്കളുടെ നേരുകേടായ ദുർവിനിയോഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ 403 ആണ് വസ്തുക്കളുടെ നേരുകേടായ ദുർവിനിയോഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. IPC സെക്ഷൻ 403. ക്വസ്റ്റ്യൻ നമ്പർ 35. IPC സെക്ഷൻ 370 പ്രകാരം മനുഷ്യക്കടത്തിന് നിഷ്കർഷിച്ചിരിക്കുന്ന പരമാവധി ശിക്ഷ 10 വർഷം. 370 പ്രകാരം 10 വർഷമാണ് മനുഷ്യക്കടത്തിന് നൽകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 36. IPC സെക്ഷൻ 302 എന്തിനെക്കുറിച്ച് പറയുന്നു? 302 കൊലപാതകത്തിനുള്ള ശിക്ഷയാണ് IPC സെക്ഷൻ 302 പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 37. ഭയപ്പെടുത്തിയുള്ള അപഹരണത്തിനുള്ള ശിക്ഷയായി IPC നിഷ്കർഷിച്ചിരിക്കുന്നത് 3 വർഷത്തെ തടവോ പിഴ ശിക്ഷയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ. ഭയപ്പെടുത്തിയുള്ള അപഹരണത്തിനുള്ള ശിക്ഷ 3 വർഷത്തെ തടവോ പിഴ ശിക്ഷയോ അല്ലെങ്കിൽ ഇവ രണ്ടുമോ ഒരുമിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 38. IPC സെക്ഷൻ 320 പ്രകാരം കഠിനമായ ദേഹോപദ്രവം എന്ന നിർവചനത്തിൽ പെടാത്തത് ജീവന് അപകടം ഉളവാക്കുന്നതോ അല്ലെങ്കിൽ ഉപദ്രവം ഏറ്റവൻ 40 ദിവസം തീവ്രമായ ശാരീരിക വേദന അനുഭവിക്കുകയോ ചെയ്യുകയാണ് IPC സെക്ഷൻ 320 പ്രകാരം കഠിനമായ ദേഹോപദ്രവം എന്ന നിർവചനത്തിൽ പെടാത്തത്. ഇപ്പോൾ ഇതിൽ പെടുന്നത് ഏതൊക്കെയാണ്? പുരുഷത്വം ഇല്ലാതാക്കുന്നത്, കണ്ണുകളിൽ ഏതിൻ്റെയെങ്കിലും കാഴ്ച എന്നേക്കുമായി ഇല്ലാതാക്കൽ, തലയോ മുഖമോ എന്നേക്കും വിരൂപമാക്കൽ തുടങ്ങിയവയാണ് IPC സെക്ഷൻ 320 പ്രകാരം കഠിനമായ ദേഹോപദ്രവത്തിൽ പെടാത്തതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഒരെണ്ണം കൂടിയുണ്ട്, ചെവികളിൽ ഏതിൻ്റെയെങ്കിലും ശ്രവണശക്തി എന്നേക്കുമായി ഇല്ലാതാകലും IPC സെക്ഷൻ 320 പ്രകാരം കഠിനമായ ദേഹോപദ്രവത്തിൽ ഉൾപ്പെടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 39. ഒരു വ്യക്തിയെ വ്യാപാരം ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്ന IPC സെക്ഷൻ 370. വ്യക്തിയെ വ്യാപാരം ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്ന IPC സെക്ഷൻ 370. ക്വസ്റ്റ്യൻ നമ്പർ 40. വ്യാപാരം ചെയ്യപ്പെട്ട കുട്ടിയെ ചൂഷണം ചെയ്യുന്ന വ്യക്തിക്ക് IPC നിഷ്കർഷിച്ചിരിക്കുന്ന തടവ് ശിക്ഷ. വ്യാപാരം ചെയ്യപ്പെട്ട കുട്ടിയെ ചൂഷണം ചെയ്യുന്നതിന് വ്യക്തിക്ക് IPC നിഷ്കർഷിച്ചിരിക്കുന്ന തടവ് ശിക്ഷ 5 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷ. ക്വസ്റ്റ്യൻ നമ്പർ 41. ലൈംഗിക പീഡനവും ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 354A. 354A ആണ് ലൈംഗിക പീഡനവും ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയും സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 42. IPC സെക്ഷൻ 391 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? 391 തീവെട്ടിക്കൊള്ളയെക്കുറിച്ച് പറയുന്നതാണ് IPC സെക്ഷൻ 391. തീവെട്ടിക്കൊള്ള. ക്വസ്റ്റ്യൻ നമ്പർ 43. മരണം സംഭവിക്കണമെന്ന് ഉദ്ദേശിക്കാത്തതും ഒരാളുടെ ഗുണത്തിനായി സമ്മതത്തോടെ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുന്നതുമായ കൃത്യത്തെക്കുറിച്ച് പറയുന്നതാണ് IPC സെക്ഷൻ 88. 88 ആണ് മരണം സംഭവിക്കണമെന്ന് ഉദ്ദേശിക്കാത്തതും ഒരാളുടെ ഗുണത്തിനായി സമ്മതത്തോടെ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുന്നതുമായ കൃത്യത്തെക്കുറിച്ച് പറയുന്നതാണ് IPC സെക്ഷൻ 88. ക്വസ്റ്റ്യൻ നമ്പർ 44. ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ദൗർബല്യമോ രോഗമോ ഉള്ള വ്യക്തിയെ ശാരീരിക ഉപദ്രവം ചെയ്ത് മരണത്തിന് ഇടയാക്കുന്നതാണ് കുറ്റകരമായ നരഹത്യ. കുറ്റകരമായ നരഹത്യ എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ദൗർബല്യമോ രോഗമോ ഉള്ള വ്യക്തിയെ ശാരീരിക ഉപദ്രവം ചെയ്ത് മരണത്തിന് ഇടയാക്കുന്നതാണ് കുറ്റകരമായ നരഹത്യ. ക്വസ്റ്റ്യൻ നമ്പർ 45. IPC സെക്ഷൻ 361 പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെയാണ് മൈനറായി കണക്കാക്കുന്നത്? 16 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളെയാണ് മൈനറായി കണക്കാക്കുന്നത്. 361 പ്രകാരം 16 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളെ മൈനറായി കണക്കാക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 46. IPC സെക്ഷൻ 361 പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെയാണ് മൈനറായി കണക്കാക്കുന്നത്? 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ. ആൺകുട്ടികൾ 16 വയസ്സിനും പെൺകുട്ടികൾ 18 വയസ്സിനും താഴെയുള്ളവരെയാണ് മൈനറായി കണക്കാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 47. കൊലപാതകത്തോട് കൂടിയ കൂട്ടായ്മ കവർച്ചയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ. IPC സെക്ഷൻ 396 ആണ് കൊലപാതകത്തോട് കൂടിയ കൂട്ടായ്മ കവർച്ചയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 48. കുറ്റകരമായ വിശ്വാസ ലംഘനത്തിന് IPC നിഷ്കർഷിക്കുന്ന ശിക്ഷ. കുറ്റകരമായ വിശ്വാസ ലംഘനത്തിന് 3 വർഷം തടവ് ശിക്ഷയോ പിഴ ശിക്ഷയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ഒരുമിച്ച് നൽകുന്നതാണ് കുറ്റകരമായ വിശ്വാസ ലംഘനത്തിന് IPC നിഷ്കർഷിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 49. IPC സെക്ഷൻ 303 എന്തിനെക്കുറിച്ച് പറയുന്നു? 303 ജീവപര്യന്ത തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തി നടത്തുന്ന കൊലപാതകത്തിനുള്ള ശിക്ഷയാണ് സെക്ഷൻ 303. ജീവപര്യന്തത്തിന് ശിക്ഷ വിധിക്കപ്പെട്ട വ്യക്തി നടത്തുന്ന കൊലപാതകത്തിനുള്ള ശിക്ഷയാണ് IPC സെക്ഷൻ 303. ക്വസ്റ്റ്യൻ നമ്പർ 50. കവർച്ച നടത്തുവാൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിയും
വ്യക്തിക്കും ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 393 കവർച്ച നടത്തുവാൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിക്കും ലഭിക്കുന്ന ശിക്ഷ IPC സെക്ഷൻ 393.